റണ്ണിങ്ങും ഇഞ്ചറിയും തമ്മിലുള്ള അന്തർധാര വളരെ സജീവമാണ്. നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരു ഇഞ്ചറി വരാൻ വളരെ ഈസിയാണ്. കഴിഞ്ഞ ഒരു ലോങ് റണ്ണ് പോയ സമയത്ത് എനിക്ക് പറ്റിയത് ഇത് തന്നെയായിരുന്നു. ലോങ് റൺ ഒരു 21 കിലോമീറ്റർ പ്ലാൻ ചെയ്തെങ്കിലും 15 കിലോമീറ്റർ ആയപ്പോഴത്തേക്ക് എനിക്ക് കാലിൻ്റെ അടിഭാഗത്തൊരു വേദന വരെയും ഞാൻ ആ ലോങ് റണ്ണ് നിർത്തുകയും ചെയ്യേണ്ടി വന്നായിരുന്നു. സോ അത് കഴിഞ്ഞ് ഞാൻ 1 വീക്ക് കംപ്ലീറ്റ് ആക്ടിവിറ്റി ഒക്കെ നിർത്തി റെസ്റ്റ് എടുത്തു. പക്ഷേ റെസ്റ്റ് എടുത്തിട്ട് എനിക്ക് അങ്ങനെ പറയാനുള്ള ഇമ്പ്രൂവ്മെന്റ് ഇല്ലായിരുന്നു. ലൈറ്റായിട്ടൊരു ഇമ്പ്രൂവ്മെന്റ് തോന്നി ഞാൻ വീണ്ടും റൺ ചെയ്ത സമയത്ത് എനിക്ക് വീണ്ടും ആ പെയിൻ വന്നു. ഷൂസിന്റെ സോള് മാറ്റി നോക്കി. പക്ഷെ എനിക്ക് ഞാൻ വിചാരിച്ച അത്ര ഇമ്പ്രൂവ്മെന്റ് വന്നില്ല. പക്ഷെ എനിക്കിപ്പോൾ ഇമ്പ്രൂവ്മെന്റ് വന്നു. ഇമ്പ്രൂവ്മെന്റ് വരാൻ എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്ത ഈ കാണുന്ന മസാജ് ബോളാണ്. ഇത് ഞാൻ ഡെക്കാത്തലോണിൽ നിന്ന് വേറെ 200 രൂപ കൊടുത്ത് വാങ്ങിച്ചതാണ്. പക്ഷെ നിങ്ങൾ സീരിയസ് ആയിട്ട് റൺ ചെയ്യുന്ന ഒരാളാണ്, അല്ലെങ്കിൽ നിങ്ങൾ റെഗുലർ ആയിട്ട് റൺ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഇതോ അല്ലെങ്കിൽ ഈ മസാജ് ബോൾ തന്നെ വേണമെന്നില്ല, ടെന്നീസ് ബോൾ യൂസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ റൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കാലിൻ്റെ അടിഭാഗം ഒരുപാട് സ്ട്രെസ് വരും. അപ്പോൾ ബെയർ ഫുഡ് ആണെങ്കിലും ഷൂ ഉണ്ടെങ്കിലും പുതിയ ഷൂ ആണെങ്കിൽ പോലും കാലിൻ്റെ അടിയിൽ ഒരുപാട് സ്ട്രെസ് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ പ്ലാന്റാർ ഫാസിയ എന്ന് പറയുന്ന ഒരു തിക്ക് ബാൻഡ് ടിഷ്യൂ ഡാമേജ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതിന് ഇൻഫ്ലമേഷൻ വരാൻ ചാൻസ് ഉണ്ട്. സോ ഇൻഫ്ലമേഷൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഉണ്ടായതുപോലെ പ്ലാന്റാർ ഫാസൈറ്റിസിന്റെ ഒരു മൈൽഡ് സ്റ്റേജ് നിങ്ങൾക്ക് സ്റ്റാർട്ട്. ആ സമയത്ത് തന്നെ നിങ്ങൾ അതിനുള്ള പ്രോപ്പർ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ റീഹാബ്, റെസ്റ്റ്, റിക്കവറി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് പെട്ടെന്ന് എന്നെ പോലെ റിക്കവറായി വരാൻ പറ്റുമെന്ന് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ കൺസിഡർ ചെയ്യേണ്ട ഒരു സാധനമാണ് ഇതുപോലെ ഒരു മസാജ് ബോൾ. ഇനി ഈ മസാജ് ബോൾ വാങ്ങാൻ പറ്റിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ടെന്നീസ് ബോളെങ്കിലും വാങ്ങാം. സോ എനിക്കിത് സജസ്റ്റ് ചെയ്ത ആൾ എന്നോട് പറഞ്ഞത് ഒരു ഗോൾഫ് ബോൾ വാങ്ങുന്നതായിരിക്കും നല്ലത്, എന്നിട്ട് മസാജ് ചെയ്താൽ മതിയെന്ന്. സോ ഞാൻ ഗോൾഫ് ബോൾ തപ്പി ഡെക്കാത്തലോണിൽ പോയപ്പോൾ ഗോൾഫ് ബോൾ അവിടെ ഇല്ല. അതിന് പകരം അവിടെ നിന്ന് സ്റ്റാഫാണ് എനിക്ക് ഈ മസാജ് ബോൾ കാണിച്ചത്. പക്ഷെ ഞാൻ പറയാമല്ലോ, ഇത് ഡെയിലി ഒരു 15 മിനിറ്റ് രാവിലെ വൈകുന്നേരം ചെയ്തപ്പോൾ എനിക്ക് 3 ദിവസം കൊണ്ട് തന്നെ കാലിൻ്റെ അടിഭാഗത്ത് ഒത്തിരി ഇമ്പ്രൂവ്മെന്റ് വന്നു. എൻ്റെ ഒരു ഇഞ്ചറി ഒരു 90% ഹീലായി എന്ന് തന്നെ പറയാം. ഇനി ഞാൻ വരുന്ന ദിവസങ്ങൾ ഇത് ചെയ്യുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത് ബോൾ ഇങ്ങനെ വെച്ചിട്ട് അതിനെ മുകളിൽ ഇങ്ങനെ കാല് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്യുക. ഒരു 15 മിനിറ്റ് ചെയ്താൽ മതി. പിന്നെ നിങ്ങൾ ചെയ്യുമ്പോൾ കഴിയുന്നത് 2 കാലിലും ചെയ്യാൻ നോക്കുക, അല്ലാതെ ഇഞ്ചറി ഉള്ള കാല് മാത്രം ചെയ്യാതിരിക്കുക. കാരണം ഇതൊരു ഇഞ്ചറി റീഹാബിനെക്കാളും കുറച്ചും കൂടെ ഒരു ഇഞ്ചറി പ്രിവെൻഷൻ വർക്കൗട്ടാണ്. പിന്നെ നിങ്ങൾ നിന്നുകൊണ്ട് തന്നെ ചെയ്യണമെന്നില്ല, നമുക്ക് ഇരുന്നുകൊണ്ട് ചെയ്യാം. ഇപ്പോൾ ടി വി ഒക്കെ കാണുന്ന സമയത്താണെങ്കിലും ജസ്റ്റ് ഒരു രാവിലെയും വൈകുന്നേരവും 15 മിനിറ്റ് ഇതുപോലെ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കാലിന് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. പിന്നെ ഭാവിയിൽ പ്ലാന്റാർ ഫാസൈറ്റിസ് പോലത്തെ ഇഷ്യൂസ് വരാതിരിക്കാനും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ പ്ലാന്റാർ ഫാസൈറ്റിസ് പോലത്തെ ഒരു ഇഷ്യൂ നമുക്ക് റിക്കവർ ആവാൻ ജസ്റ്റ് മസാജിങ് മാത്രം പോരാ, ഒരുപാട് റിക്കവറി വർക്ക് പിന്നെ ഒരുപാട് ഐസിങ് ഒക്കെ ചെയ്യണം. അത് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഞാൻ അടുത്ത കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോയും കൂടെ ഇതിനെപ്പറ്റി ചെയ്യുന്നുണ്ടാവും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ റണ്ണിങ് കണ്ടന്റ് ആണെങ്കിൽ എന്നെ ഫോളോ ചെയ്യാം. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.